O Mariame no gano no വനോസു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രത്യാശയുടെ ഉയർപ്പ് പെരുന്നാൾ ദിവസമാണ്. നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ള, നമ്മുടെ സങ്കടങ്ങൾ സന്തോഷമായി മാറുന്ന ഒരു ദിവസം. ഇന്നേ ദിവസം കല്ലറയിലേക്ക് യാത്ര ചെയ്ത് സ്ത്രീകൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലാക്കി ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പറയുകയും പത്രോസും യോഹന്നാനും ഓടിപ്പോയി കല്ലറയിൽ ചെന്ന് ശൂന്യമായിരിക്കുന്ന കല്ലറ കണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റതായി മനസ്സിലാക്കുകയും ചെയ്ത ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിവസം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ശിഷ്യന്മാർ മടങ്ങിപ്പോയിട്ടും മടങ്ങിപ്പോകാതെ നിൽക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അത് ആ മഗ്ദലക്കാരത്തി മറിയമാണ്. എന്തുകൊണ്ട് അവൾ അവിടെ നിന്നു? അവൾ പോയത് ഒഴിഞ്ഞ കല്ലറ കാണാൻ വേണ്ടിയിട്ടല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റോ എന്നറിയാനും വേണ്ടിയിട്ടല്ല, പിന്നെയോ ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ തോട്ടക്കാരനെ പോലെ തോട്ടത്തിൽ വെച്ച് മറിയ കർത്താവിനെ കാണുകയാണ്. ശിഷ്യന്മാർ ഓടിയത് എന്തിനാണ്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ കല്ലറ കണ്ടിട്ട് മടങ്ങിപ്പോന്നു. ഈ 50 ദിവസത്തെ നോമ്പിൻ്റെ തീർത്ഥയാത്ര അവസാനിക്കുമ്പോൾ ഈ 50 ദിവസക്കാലം നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നു? നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു? അതായിരിക്കണ്ടേ ഇന്ന് ഉയർപ്പ് ദിവസത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്. ഏത് ആഗ്രഹത്തെ പ്രതി ഈ 50 ദിവസക്കാലം നമ്മൾ ഓടിയോ? എന്തിനെ പ്രതി നമ്മൾ സമർപ്പിച്ചുവോ? ഏത് നിരാശയെ പ്രതി നമ്മൾ ആകുലപ്പെട്ടുവോ? അതെല്ലാം പ്രത്യാശയായി തീരേണ്ട ദിവസം. അങ്ങനെ തീരുന്ന സന്തോഷത്തിൻ്റെ ദിവസമായി തീരട്ടെ ഈ ഉയർപ്പ് പെരുന്നാൾ. മാത്രമല്ല, അവിടെ വെച്ച് തന്നെ ഈ മറിയയുടെ സങ്കടം വളരെ വലുതാണ്. ഉയർപ്പ് ദിവസത്തിൽ എല്ലാവരും സന്തോഷിക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ട് പോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ട ഒരു വാക്യമാണെങ്കിലും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർപ്പ് പെരുന്നാൾ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയും കൂടിയാണ് കേട്ടോ. എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ട് പോയി. ശരിയല്ലേ? സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, TV-യുടെ ഉപയോഗം, നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, കുടുംബത്തിലെ സംസാരമില്ലായ്മ, പ്രാർത്ഥനയില്ലായ്മ, ജീവിതത്തിൻ്റെ തിരക്കുകൾ, ഈ സമയത്തൊക്കെ നമ്മുടെ കർത്താവിനെ നമ്മളിൽ നിന്നും ഈ പറയുന്നതായ സാങ്കേതിക വിദ്യകളോ നമ്മുടെ തിരക്കുകളോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടില്ലേ? നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? അതും കൂടെ ഒന്ന് ചിന്തിച്ചാൽ ഇന്നത്തെ ഉയർപ്പ് പെരുന്നാൾ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പുതിയൊരു കാൽവെപ്പിന് കാരണമായി തീരും. എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തോടെ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ കുണ്ട്ര ഇടവകയുടെ ഉയർപ്പ് പെരുന്നാൾ ആശംസകൾ വളരെ സന്തോഷത്തോടെ നേരുന്നു. ആമേൻ.